ജെമിനി നമുക്ക് ഉപയോഗിക്കേണ്ട എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ള സംഭവങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഒരു വീഡിയോ ക്രിയേഷൻ ആയിട്ട്. ഇപ്പോൾ മറ്റുള്ള എന്താണ് ഇപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടി എങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലൗഡ് എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെയാണ്. പക്ഷേ ചാറ്റ് ജി പി ടി നമുക്ക് എന്താണ് ഈ ടെക്സ്റ്റും അതുപോലെ ഇമേജസും അതെല്ലാമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിലൊന്നും കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ജെമിനൈ, ഗൂഗിളിന്റെ ജെമിനൈ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ജെമിനൈ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, gemini.google.com കിട്ടും. അതിൽ പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഉള്ളൊരു അക്കൗണ്ട് ആണെങ്കിൽ ഈ ഒരു VO3 അല്ലെങ്കിൽ ഈ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ഉള്ള സംഭവം ഉണ്ടാവില്ല. ജസ്റ്റ് ഈ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ സാധാരണ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രൂപത്തിലാവും. ഇത് ഞാൻ എൻ്റെ ഒരു പ്രീമിയം അക്കൗണ്ട് ആയ, പ്രീമിയം അല്ല പെയ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആയ കാരണമാണ് ഇവിടെ വീഡിയോ കാണുന്നത്. ഇതിപ്പോൾ ഇതില്ലാത്തൊരു അക്കൗണ്ട് ഞാൻ കാണിച്ചുതരാം. ഈ രൂപത്തിലായിരിക്കും നിങ്ങൾക്കൊക്കെ ഫസ്റ്റ് ഈ ഒരു ജെമിനി ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക, ഡീപ് സെർച്ച് ക്യാൻവാസ് ഇമേജ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇതില് ഇപ്പൊ ജെമിനിയുടെ പല മോഡൽസും കാര്യങ്ങളും ഇതെല്ലാം കാണാം. ഇവിടെ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ടോ കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു മറ്റേ ഇപ്പൊ ഞാൻ ഈ ഒരു പ്രോ ആയിട്ടുള്ള ഈ ഒരു അക്കൗണ്ടിൽ ഇതിന്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ ജെമിനിയിൽ അല്ലെങ്കിൽ ഗൂഗിളിന്റെ വീഡിയോ ജനറേഷൻ ടൂൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ് VO3. അപ്പോൾ എങ്ങനെ അതില് ആദ്യം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോസ് കണ്ടല്ലോ, അതിലുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു സംഭവം പിന്നെ ഔട്ട്പുട്ട് വേണ്ടത്, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഇത് വേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ കണ്ടോ, ഒരു സെൽഫി സ്റ്റൈൽ ക്യാമറ ഒരു ഷോർട്ട് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടാണ് വേണ്ടത്. ഫ്രം എക്സ്റ്റെൻഡഡ് ആം, ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ടുള്ള രൂപത്തിൽ. ഒരു 38 year ഓൾഡ് ആയിട്ടുള്ള കേരള വുമൻ ഇൻ എ ബ്യൂട്ടിഫുൾ ക്രീം ആൻഡ് ഗോൾഡ് കസവ് സാരി, ഒരു സ്റ്റാൻഡിങ് ഇൻ എ ബസ്ലിക് കോർപ്പറേറ്റ് ഇവന്റ് ഹാൾ, ഡെക്കറേറ്റഡ് വിത്ത് ബ്രാൻഡിങ് ഫോർ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ബിഹൈൻഡ്. അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ പോകുന്നു. പിന്നെ എന്താണ് അവിടെ പറയേണ്ടത് എന്നുള്ള കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡയലോഗ് കൂടി അവിടെ ഇതായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചത്. അതിന്റെ മുമ്പ് എങ്ങനെ ഈ ഒരു സംഭവം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്രോം ഏതെടുത്തിട്ടും 1.google.com എന്നുള്ള അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 1.google.com കൊടുക്കുമ്പോൾ എന്താ ഈ ഒരു സൈറ്റ് ഇതായിട്ട് വരും. ഇവിടെ കുറെ കാര്യങ്ങൾ കാണാം. ഇപ്പോൾ ജെമിനി പ്രോ, ജെമിനി ഇൻ ജിമെയിൽ ഡോക്ക്, അങ്ങനെ കുറെ പറഞ്ഞിട്ട് ഇതായിട്ട്. പിന്നെ ഇവിടെ സ്റ്റോറേജ്, ഇപ്പൊ നമുക്ക് സ്റ്റോറേജ് എന്തെങ്കിലും കൂട്ടണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് സർവീസ് എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ അതിന്റെ പ്രൈസ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ വരുന്നത് ആണ് ഇവിടെ വേറൊരു പ്ലാൻസ് ഉണ്ട്. അതുപോലെ എന്താ പറയാ, ഗൂഗിൾ AI എന്നുള്ള സംഭവമുണ്ട്. ഇതിലാണ് നമ്മളെ ഈ സംഭവങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഈ ഗൂഗിൾ AI എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രണ്ട് ഓപ്ഷൻസ് കാണാം. ഒന്ന് ഗൂഗിൾ AI പ്രോ, രണ്ടാമത് ഗൂഗിൾ AI അൾട്ര എന്നുള്ളത് പറ്റില്ല. അപ്പൊ അതിന്റെ പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. ഒരു മാസത്തേക്ക് 1950 രൂപയാണ് ഉള്ളത്. പക്ഷെ ഫസ്റ്റ് മന്ത് ഫ്രീ ആണ് എന്നുള്ള രൂപത്തിൽ. അതേപോലെ ഗൂഗിൾ AI അൾട്ര ഉപയോഗിക്കുകയാണെങ്കിൽ
12,200 രൂപയാണ് ആയിട്ട്. പിന്നെ ഇതിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളതും അവർ പറഞ്ഞു. ഇപ്പൊ ജെമിനി ആപ്പ്, നമ്മളിപ്പോ ജെമിനി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ, ഇപ്പോൾ ജെമിനയിലൂടെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഗൂഗിളിന്റെ പല പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ ഫ്ലോ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷേ ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഗൂഗിൾ VO3 അറിയുന്ന പ്ലാറ്റ്ഫോം ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ നമ്മൾ ഇന്ത്യയിൽ ലഭ്യമാകാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ നമുക്ക് അത് ലഭ്യമായിരുന്നില്ല. നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്നു ഈ VPN കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. പിന്നീട് ഗൂഗിളിന്റെ പല പ്ലാറ്റ്ഫോം, ഇപ്പൊ വിസ്ക്, നോട്ട്ബുക്ക് എല്ലാം നോട്ട്ബുക്ക് എല്ലാം പറഞ്ഞിട്ടുള്ള റിസർച്ചിങ്, അതിലും റൈറ്റിംഗ് നമുക്ക് നോട്ട്ബുക്ക് പോലെ ഇതൊക്കെ ആയിട്ട് അതൊക്കെ ഉപയോഗിക്കുന്ന വളരെ കുറച്ച് ആളുകളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോ ഈ ജിമെയിലിൽ ജെമിനി പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, അതായത് നമ്മളൊരു മെയില് അനലൈസ് ചെയ്യാനും അതിനിപ്പോ റിപ്ലൈ കൊടുക്കാനും എന്നതിനായിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, AI തന്നെ ചെയ്യുന്ന രൂപത്തിലൊക്കെ ആയിട്ട് അങ്ങനെ സംഭവം. പിന്നെ 2 TB സ്റ്റോറേജ് നമുക്ക് കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഈ ഗൂഗിൾ വൺ എന്നിൽ വന്നിട്ട് പിന്നെ ഗൂഗിൾ AI എടുത്തു കഴിഞ്ഞാൽ ഈ 2 പ്ലാനുകൾ കാണിക്കും. അപ്പോൾ ഈ ഗൂഗിൾ AI പ്രോ എന്നുള്ള പ്ലാന് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ട്രയൽ കൊടുക്കുക. ഈ ട്രയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്തൊരു ഇതിലേക്ക് പോകും. ഞാൻ ഇതിന്റെ ഒരു സംഭവം കാണിച്ചു തരാം. എൻ്റെ ഈ രൂപത്തിൽ ഇതായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് വരും. ഗൂഗിൾ AI പ്രോ, ഗെറ്റ് ഗൂഗിൾ AI പ്രോ എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് കാണിക്കും. എന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ അതിൻ്റെ ഒരു ബില്ലിംഗ് ഒരു ഇൻഫർമേഷൻ ഇതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ കാണിക്കും, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്, അടുത്ത ഓഗസ്റ്റ് 18-ന് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു മാസത്തേക്ക് നമ്മൾ 1950 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതുവരെ നമുക്ക് എന്താണ്, ഫ്രീ ആണ്. അപ്പോ അതുവരെ നമുക്ക് ചാർജ് ചെയ്യൂല അവർ, ഫ്രീ ആയിട്ട് 1 മന്ത് ഉപയോഗിക്കാം. 7 ദിവസം മുമ്പ് അവർ റിമൈൻഡ് ചെയ്യും നമ്മളെ ഈ ഒരു ട്രയൽ അവസാനിക്കുന്ന മുന്നായിട്ട്. എന്നിട്ട് ഇവിടെ ഏത് ത്രൂ ആണ്, ഇപ്പോൾ ഏത് പേയ്മെന്റ് മോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യണത് എന്നുള്ള ഇത് സെലക്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ QR കോഡ് ഉണ്ട്, അതായത് UPI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് നമ്മളെ കാർഡുകൾ, ഇപ്പോൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുറെ UPI IDs കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് എന്താണ്, നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് പോകും. അടുത്ത വിൻഡോ ഇവിടെ വന്നിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ഇത് വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഗൂഗിൾ പിന്നെ വണ്ണ് ഈ ഒരു QR കോഡ് ജനറേറ്റ് ആയിട്ട് ഇതാവും. അപ്പൊ നമുക്ക് എന്ത് വെച്ചാൽ പിന്നെ നമ്മൾ ഫോൺ എടുക്കുക, നമ്മളെ ഇപ്പോൾ ഏതാണോ ഏതാണോ പേയ്മെന്റ് ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അതെടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിലേക്ക് ഈ ഒരു സംഭവം സ്കാൻ ചെയ്യാം. അപ്പൊ നമ്മൾ സാധാ പേയ്മെന്റിന് വേണ്ടിയിട്ട് QR കോഡ് സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ അത് ജസ്റ്റ് സ്കാൻ ചെയ്തു. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഓട്ടോ പേ സെറ്റ് ചെയ്യാനുള്ളൊരു സംഭവം ഇതിന്റെ ഒരു സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സെക്യൂരിറ്റി ഇഷ്യൂ വരുമോ എന്തോ നോക്കട്ടെ. സ്ക്രീന് കാണുന്നുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചാറ്റിൽ ഒന്ന് ഇതാമോ?
സ്ക്രീന് കാണുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു ഇന്റർഫേസ് ഇതായിട്ട് വരിക, ഓട്ടോ പേ എന്നുള്ള രൂപത്തിൽ. അതായത് ഓരോ മാസവും ഓട്ടോമാറ്റഡ് ആയിട്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു കാശ് പോകുന്ന ഇതായിട്ട്. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഇതായിട്ട് ചോദിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു അക്കൗണ്ടിലാണ് കാശുള്ളത്, അപ്പോൾ അതിൽ ഓട്ടോ പേ ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊന്നുമില്ല, ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അത് അപ്രൂവ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഗൂഗിൾ പേന്റെ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളുടെ ഓട്ടോ പേ ആക്റ്റീവ് ആണ് എന്നെല്ലാം പറയും. അപ്പോൾ നമുക്ക് ഇപ്പൊ ഈ ഒരു ഓട്ടോ പേയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ, ഇപ്പൊ ഞാൻ വേറൊരു അക്കൗണ്ടിൽ, ഇപ്പൊ കാണിക്കുന്ന അക്കൗണ്ടിൽ ഇതല്ല, മുന്നേ വേറൊരു അക്കൗണ്ടിൽ അത് ഓൾറെഡി ആക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ഓട്ടോ പേ ഈ രൂപത്തിലായിരിക്കും വരും. അപ്പോൾ ആ ഓട്ടോ പേ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് കാണിക്കും, എന്നാണ് അത് സബ്സ്ക്രൈബ് ചെയ്ത് ഏത് ദിവസം വരെ ഉണ്ട് എന്നുള്ള ഇതായിട്ട്. ഇത് ഉണ്ടോ 2035 വരെ ഉണ്ട് എന്നുള്ള അടുത്ത ബില്ലിംഗ് ഡേറ്റും ഇതിന്റെ ഒപ്പം ഇവിടെ വരും ഈ നോട്ടിഫിക്കേഷനിലായിട്ട്. എന്നിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇതിൽ പോണ്ടോ 2 രൂപ അത് അവര് ഒരു ടെസ്റ്റിംഗ് എന്നുള്ള രൂപത്തിൽ എടുത്തിട്ടുണ്ട്, അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഇതായിട്ട്. അത് സക്സസ് ആയിട്ട് എന്താണ് അങ്ങനെ ആക്റ്റീവായി കിടക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഓട്ടോ പേ നമുക്ക് എന്ത് ചെയ്യാം, പോസ് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു സംഭവം ആക്റ്റീവായിട്ട് വരും. ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും ഇപ്പോൾ അത് വരിക, നേരത്തെ നമ്മൾ കണ്ട ഇതായിട്ട്. ഇതെല്ലാം ഈ ഒരു സ്ക്രീന് പോയിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഗൂഗിൾ ജെമിനി എടുത്തൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഏതാണോ അക്കൗണ്ട് വെച്ചാൽ ഇവിടെ ഒരു മൾട്ടിപ്പിൾ ഒരു കളറായിട്ട് ഗൂഗിളിന്റെ ഒരു കളർ കോഡ് ഉണ്ട് ഈ രൂപത്തിൽ ഇതായിട്ട് വരും. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് പ്രോ അക്കൗണ്ടിന് ഇവിടെ ഒരു പിന്നെ ബാഡ്ജിങ് വരും, മറ്റേ അക്കൗണ്ടിനൊന്നും ഇത് ഉണ്ടാവില്ല. ഇവിടെ അപ്ഗ്രേഡ് ഇത് സാധാ പിന്നെ നമ്മള് പിന്നെ ഈ ഒരു പ്രോ അക്കൗണ്ട് അല്ലാത്ത അക്കൗണ്ടാണ്. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഇതില്ല. ഇവിടെ ഗൂഗിളിന്റെ ഒരു കളർ കോഡ് ഇതായിട്ട് വന്നിട്ടുണ്ട്, അതായത് പ്രോ എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അക്കൗണ്ട് ആക്റ്റീവായി. ഇവിടെ ഈ ഒരു വീഡിയോ എന്നുള്ളൊരു ഓപ്ഷനും കൂടി വരും, മറ്റുള്ളതിന് ആ ഒരു വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, ഇതുപോലെ ആയിരിക്കും കണ്ടോ. അപ്പോൾ ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് മൗസ് പോയിന്റർ വെച്ച് കഴിഞ്ഞാൽ ഈ VO3 എന്നുള്ള സംഭവം കാണിക്കും. ഇതുപോലെ തന്നെ സെയിം സംഭവം തന്നെ നമുക്ക് ഫോണിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ one.google.com എന്നുള്ള വെബ്സൈറ്റ് എടുക്കുക, ബാക്കി കാര്യങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ AI Pro സബ്സ്ക്രൈബ് ചെയ്യാം, എന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു സംഭവത്തിൽ ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയില്ല, അത് കാരണം 4 മിനിറ്റിന് ശേഷം അത് കട്ടായി പോയി. ഈ ഗെറ്റ് ഗൂഗിൾ AI Pro എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്തിട്ട് പോവാം, ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യാം. പിന്നെ അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്രോംപ്റ്റിങ്ങും വീഡിയോ ജനറേഷനും കാര്യങ്ങളും ഇതെല്ലാം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ നമ്മൾക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു പിന്നെ പ്രോംപ്റ്റ് ഉണ്ടാക്കുക. പ്രോംപ്റ്റ് ഇപ്പൊ നമുക്ക് എന്താ ഈ ഒരു സംഭവമുള്ള നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയും, എന്താണോ വേണ്ടത് അത് നമുക്ക് AI-നോട് പറയാനുള്ളൊരു സംഭവം. അപ്പൊ അത് പല രൂപത്തിലുണ്ടാക്കും. അപ്പൊ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് എഴുതി അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതാണ്, കാരണം അതിൽ കുറേ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ വേണ്ടത്, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇതായിട്ട് വരും. അപ്പൊ അത് നമുക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, AI-നെ തന്നെ അതിന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താന്ന് വെച്ചപ്പോ ChatGPT ഉപയോഗപ്പെടുത്താം,
ഇനി അതല്ല നമുക്ക് ഗൂഗിൾ ഇതുപോലെ ജെമിനി ഉപയോഗപ്പെടുത്താം. ഞാൻ അധികവും ഈ ഒരു ചാറ്റ് ജി പി ടി ഇതായിട്ട് തന്നെയാണ് ഉപയോഗപ്പെടുത്താറ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോംപ്റ്റ് ആണ് ഈ കാണുന്നത്. അതായത് എന്ത് വേണം എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. ഐ വാണ്ട് ക്രിയേറ്റ് ഒരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാര്യങ്ങളോട് കുറച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇന്ന രൂപത്തിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അതിൽ ഈ ഒരു പിന്നെ കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗാണ് വേണ്ടത് എന്നുള്ള പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സംഭവം അവര് ചാറ്റ് ജി പി ടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു സെൽഫി വീഡിയോ എന്നുള്ള രൂപത്തിലാണ് അവർ തന്നത്. അപ്പം ഞാൻ സെൽഫി വീഡിയോ വേണ്ട, ഒരു 8 മിനിറ്റ് സിനിമാറ്റിക് വീഡിയോ എന്നുള്ള രൂപത്തിൽ മതി. നമ്മളോട് ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് സെൽഫി വീഡിയോ വേണോ, അല്ലെങ്കിൽ സിനിമാറ്റിക് വേണോ, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് നോക്കിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നോക്കാതുള്ള വീഡിയോ ആണോ, ഇങ്ങനെയൊക്കെ കൊടുക്കാം. നമ്മൾ എന്താണോ വേണ്ടത് വെച്ചാൽ നമുക്കൊരു ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനനുസരിച്ച് പിന്നെ AI കൊണ്ട് പണിയെടുപ്പിക്കുക. അപ്പൊ ഇവിടെ കണ്ടോ, ഇപ്പോ ഐ വിൽ ബിൽഡ് എ ഫുൾ 10-second വീഡിയോ. പക്ഷെ ഇവിടെ നമുക്ക് VO3ന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, VO3 മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ 8 സെക്കൻഡിന്റെ വീഡിയോ ആണ്. ആ 8 സെക്കൻഡിന്റെ വീഡിയോ ഇപ്പൊ നമുക്ക് ഈ ഒരു പ്രോ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് 3 എണ്ണം ചെയ്യാം. 3 വീഡിയോസ്, അതായത് മാക്സിമം 24 സെക്കൻഡ്. അത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കോട്ട കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത 24 മണിക്കൂർ കഴിയണം അടുത്ത വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഒരു VO3 എന്ന് പറയുന്നത്. അപ്പോ ഇതില് നമ്മൾ എന്താണ് ഈ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ എന്താണ് അതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഒരു വേണമെങ്കിൽ ഇവിടുത്തെ ഒരു സംഭവം മാറ്റി കൊടുക്കാം. നിങ്ങളെ ബിസിനസ് കൺസ്ട്രക്ഷൻ അല്ലേ? അപ്പോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം. മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം നല്ല മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ ഞങ്ങളുടെ ABC കൺസ്ട്രക്ഷൻ കേരളത്തിൽ ഉടനീളം പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. അപ്പോൾ ഈ ഒരു സംഭവം നമുക്കൊരു 8 സെക്കൻഡിൽ ഒതുക്കാവുന്ന ഒരു ഡയലോഗാണ്. അപ്പൊ ആ ഒരു സംഭവം എന്താണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അതിന്റെ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയണം. നമ്മൾ ജസ്റ്റ് സെൻഡ് കൊടുക്കുക. ഇവിടെ പറയണം നമ്മൾ ഗൂഗിൾ VO3യിലാണ് ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അത്
ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇതായിട്ട് തന്നു. കാരണം അതിൽ കുറേ കാര്യങ്ങൾ വരുന്നു. ഇപ്പൊ ഈ ക്യാമറ മൂവ്മെന്റ് എങ്ങനെയാണ്, അതായത് ക്യാമറ ഷോട്ട് എങ്ങനെയാണ്, പിന്നെ കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട്, കോർപ്പറേറ്റ് ഇവന്റ് ഇതായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അതിലൊരു കമ്പനിയുടെ പേരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പക്ഷെ കളഞ്ഞിട്ട് ആ ഒരു പ്രോംപ്റ്റ് ചെയ്താൽ മതി. ഉണ്ടോ, ഷീസ് കോൺഫിഡൻസ്, ഹർ വോയിസ് കാം, ക്ലിയർ ആണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊളീഗ്സ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഓവർ പ്രോജക്റ്റ് മോഡൽസ്, റിഫ്രഷ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു സോഫ്റ്റ് ക്ലാസിക്കൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നോക്കാം. ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് വരുന്നു ഇവിടെ, ജെമിനൈ, ഇപ്പൊ ജെമിനൈ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. വരുന്നു, എന്ത് ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഇപ്പൊ ഇവിടെ ഒന്നും ആക്റ്റീവ് ആയിട്ട് കിടക്കുന്നില്ല. അപ്പൊ വീഡിയോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് എന്തായി, ആ ഒരു VO3 ഇനിയിപ്പോ അതല്ല, നമുക്ക് ഇതിന്റെ ഒപ്പം എന്തെങ്കിലും ഫോട്ടോ കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ കൂടി ചേർത്തിട്ട് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോ ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വിവരങ്ങൾക്ക് നന്നല്ലേ. ഞാൻ ഈ ഒരു സംഭവം പറയാൻ എന്താണ് കാരണം വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഓപ്ഷൻ ആണ് എന്നതുകൊണ്ടാണ്. ഒരു ആഡ് വീഡിയോ, ചെറിയൊരു ആഡ് വീഡിയോ, 8 സെക്കൻഡിന്റെ, ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും, പെട്ടെന്ന് കാണുകയും ചെയ്യും. ഇനി ഇതല്ല, ഇതിന്റെ ഒപ്പം തന്നെ നമുക്കിപ്പോ ഈ 8 സെക്കൻഡിന്റെ 3 വീഡിയോ ചേർത്ത് വെച്ചുകൊണ്ട് എന്തായാലും സിംഗിൾ വീഡിയോ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പൊ ഇപ്പൊ ആളുകൾ തന്നെ വേണമെന്നില്ല, പിന്നെ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഇപ്പൊ മൃഗങ്ങൾ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഈ പിന്നെ പല പ്ലാറ്റ്ഫോംസിലൊക്കെ, ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെ ഇപ്പൊ ചിമ്പൻസി അല്ലെങ്കിൽ അങ്ങനത്തെ. ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു വെറുതെ നമ്മളൊരു ഇവിടെ ഒരു റെസ്റ്റോറന്റിനെ ഇതാക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് കൊടുത്തു, നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. എന്താണ് വരുന്നത് നോക്കാം. ഒരു 1-2 മിനിറ്റോളം ആ ഒരു സംഭവം ടൈം എടുക്കും ജനറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവത്തിൽ പിന്നെ നമുക്കെന്ന് വെച്ചാല് ഇതുപോലെ ഇപ്പോ ഇതിപ്പോ ഒരു വീഡിയോ എന്നുള്ള ആ ഒരു സംഭവമായി. ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, 8 സെക്കൻഡിന്റെ 2 വീഡിയോ കൂടി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ഒരു ദിവസത്തെ കോട്ട കഴിഞ്ഞു. പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞാലേ അത് ആക്റ്റീവ് ആവുള്ളൂ. ആക്റ്റീവ് ഉള്ള പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ സംതിങ് എറർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും. വീഡിയോ റെഡി ആയിട്ട് വന്നതാണ്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് പ്ലേ ചെയ്ത് Our ABC Constructions are doing projects all over Kerala. For more information, please contact us. ഇത് ചെറിയൊരു ഇത് വന്നു. അതായത് ചില സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ മലയാളത്തിലാണ് ഒരു സംഭവം കൊടുത്തത്, പക്ഷെ അത് വന്നപ്പോൾ ഇംഗ്ലീഷിലായി പോയി. അപ്പോൾ ചില സമയത്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് കൊടുത്തു നോക്കാം, അല്ലെങ്കിൽ വേറൊരു രൂപത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ വേറെ ഒരു എന്താ പറയാ, ജസ്റ്റ് ചാറ്റ് GPT തന്നെ ചോദിച്ചു നോക്കാം.
ഇതൊന്ന് കോപ്പി ചെയ്യണം. എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. അടുത്തൊരു പ്രോംപ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. മലയാളം ലാംഗ്വേജ് കൊടുത്തു നോക്കുക. സബ്മിറ്റ് ചെയ്യുക. എന്ത് വരുന്നു നോക്കാം. എൻ്റെ ഒരു ഓവറോൾ ഒരു ലുക്ക് മാറിയിട്ടുണ്ടാവും. ഈ ഒരു ഡയലോഗ് മലയാളത്തിലായി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ എനിക്ക് ഈ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോന്റെ ഇതും തീർന്നു. ഇനി എനിക്ക് ഒരൊറ്റ വീഡിയോ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ ഇവിടെ ഈ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, പ്രൈസ് അല്ല സോറി, ഈ ഒരു ഐഡന്റിറ്റി ടാഗ് അല്ല, ഇതിന്റെ ഈ ഒരു ടാഗിലൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഷയൊക്കെ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ തമിഴ് അല്ലെങ്കിൽ അങ്ങനത്തെ കയറി വരും. അതുപോലെ ഇപ്പൊ ഈ ഒരു ബാക്കിലുള്ള പേരിൽ Please. ചിലപ്പോൾ നമ്മൾ റിലേറ്റഡ് അല്ലാത്ത ഭാഷകൾ ഇതൊക്കെ കയറി വരും. എയും അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഇതിലാണ് എന്നുള്ളതാണ്. ഇത് ഈ ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല. ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് എവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സംഭവം എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഇത് മറ്റുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ആ ഒരു ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന വീഡിയോന്റെ ഒരു സൈസ് ആയിട്ടായിരിക്കും അത് കിട്ടും. ഇതിപ്പോ വേറൊരു രൂപത്തില് ഉണ്ട് നോക്കാം. ഞങ്ങളുടെ ABC കൺസ്ട്രക്ഷൻസ് കേരളത്തിൽ ഉടനീളം പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഞങ്ങളുടെ ABC കൺസ്ട്രക്ഷൻസ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഒരു കേരള മ്യൂസിക്കിന്റെ ഒരു ചെറിയൊരു കേരളത്തിൽ ഉടനീളം പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഞങ്ങളുടെ ABC. അപ്പോ ഈ ഒരു 8 സെക്കൻഡിന് എങ്ങനെ നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താം എന്ന് നോക്കിയിട്ടും കൂടി ചെയ്യാം. അപ്പൊ നമ്മള് ഈ ഒരു 8 സെക്കൻഡിന്റെ സമയത്ത് എന്ത് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നോക്കുക. എന്നിട്ട് അതൊരു ആഡൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അത് ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നമ്പർ ഒക്കെ കൊടുക്കാൻ പറ്റും? ഇല്ല ഇല്ല ഇല്ല, ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് വർക്ക്ഔട്ട് ആവണം എന്നില്ല. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ചിലപ്പം അത് വർക്ക്ഔട്ട് ആവണമെന്നില്ല. അപ്പം നമ്പർ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന പകരം നമുക്ക് ഇതെടുത്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മള് ഇപ്പോ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ആ ഒരു നമ്പർ ഇവിടെ കൊടുത്താൽ മതിയല്ലോ. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കണമെന്നല്ലോ, ഫ്രണ്ടിൽ തന്നെ കൊടുക്കാലോ. കോൾ ഉണ്ടാവും, അല്ലെ കോണ്ടാക്ട് ദിസ് നമ്പർ, കോണ്ടാക്ട് എസ് ഫോർ മോർ ഇൻഫർമേഷൻ എന്നുള്ള നമ്പർ ഡിസ്പ്ലേ ചെയ്താൽ മതിയല്ലോ, സംഭവം കഴിഞ്ഞല്ലോ. അപ്പോ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ചിലർ എന്ത് ചോദിച്ചാൽ ഇപ്പോ ഈ ഒരു വീഡിയോ ഇപ്പൊ ഇവിടെ 8 സെക്കൻഡ് പ്ലേ ചെയ്തിട്ട് പിന്നെ അവരുടെ ഒരു ഔട്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് വീഡിയോയുടെ ലാസ്റ്റ് നമ്മളെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ക്ലിപ്പ് ഉണ്ടാവില്ല, അത് ഇട്ടിട്ട് കൊടുക്കുന്നവരുണ്ട്. ഞാനിപ്പോ നേരത്തെ ഇന്നലെ അല്ല ഇന്ന് കണ്ടൊരു വീഡിയോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എവിടെ കിടന്നു എനിക്കൊരു സംശയം, സ്ക്രീന് കാണുന്നുണ്ടല്ലോ ഓഡിയോ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായി തരാം. നീ എന്തിനാ എപ്പോഴും മുഖംമൂടി വെക്കുന്നത്? അമ്മച്ചി,
എനിക്ക് മുമ്പിൽ 2 പല്ലില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മുഖംമൂടി വെക്കുന്നത്. മോനെ സ്പൈഡർമാൻ, ഡോക്ടർ റിയയുടെ ദ സ്മൈൽ സർജൻ ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോകും. ഡോക്ടർ നിന്റെ എല്ലാ പല്ലുകളും ശരിയാക്കും. ഞങ്ങൾക്ക് ഡോക്ടർ റിയായെ കാണണം. അവൻ എന്റെ മകനാണ്. ദയവായി എന്റെ മകന്റെ മുൻവശത്തെ 2 പല്ലുകൾ ശരിയാക്കുക. ഇവിടെ ചെറിയ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഈ പറയുന്ന ഈ റിസപ്ഷനിലുള്ള ആള് പറയുന്നത് അവൻ എന്റെ മകനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും അത് അമ്മച്ചിയാണ് പറയേണ്ടത് അവൻ എന്റെ മകനാണ്, അല്ലെങ്കിൽ ഇവൻ എന്റെ മകനാണെന്നുള്ളത്. അപ്പൊ അവിടൊക്കെ എന്താണ് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് എഐക്ക്. എഐ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണെന്ന് ഞാൻ അതാണ് പറഞ്ഞത്. ഉണ്ടോ ഇതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു ലാസ്റ്റ് ഒരു ഔട്ട്റോ KP വള്ളൂൺ റോഡ്, NSS കരയോഗം ഹാളിന് സമീപം, സിൽക്കോൺ സൂപ്പർ മാർക്കറ്റിന് എതിർവശം, കടവന്ത്ര, കൊച്ചി. സ്പൈഡർമാൻ, ഇങ്ങനെ ചെയ്യാം. അതായത് ഇത് നമ്മളിപ്പോ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇതുപോലെ ചെയ്തിട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ വീഡിയോ എഡിറ്റിംഗിൽ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിപ്പോ ഉണ്ടോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വന്നിട്ടുള്ളത് കൊച്ചി മെട്രോന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കൊരു സംശയം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് നീ എന്തിനാ എപ്പോഴും മുഖംമൂടി വെക്കുന്നത്? അമ്മച്ചി, എനിക്ക് മുമ്പിൽ 2 പല്ലില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മുഖംമൂടി വെക്കുന്നത്. മോനെ സ്പൈഡർമാൻ, ഡോക്ടർ റിയയുടെ ദ സ്മൈൽ സർജൻ ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോകും. ഡോക്ടർ നിന്റെ എല്ലാ പല്ലുകളും ശരിയാക്കും. ഞങ്ങൾക്ക് ഡോക്ടർ റിയായെ കാണണം. അവൻ എന്റെ മകനാണ്. ഇതാണ് പറഞ്ഞത്. ഈ റിസപ്ഷനിസ്റ്റ് ആണ് പറയുന്നത് അവൻ എന്റെ മകനാണെന്ന്. പക്ഷെ അത് അമ്മച്ചിയായിരുന്നു പറയേണ്ടിയിരുന്നായിരുന്നു. ഇവൻ എന്റെ മകനാണെന്നല്ല ഒരു അപ്പൊ അങ്ങനെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു വെറൈറ്റി എന്നുള്ള രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെ ഇതിലുണ്ട്. ഇതുപോലെ ഇപ്പൊ 8 സെക്കൻഡ് വെച്ചിട്ട് പിന്നെ സെയിം സംഭവം തന്നെ. അപ്പൊ ഈ ഒരു 8 സെക്കൻഡ് വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് വരുന്നത് ഇപ്പോ നമുക്ക് കണ്ടോ ഇതിപ്പോ രണ്ടും 2 ക്യാരക്ടറാണ്. ഇനിയിപ്പോ ഇതിന്റെ ഒരു 2 രൂപത്തിലാണ് ചെയ്തത്. ഇനിയിപ്പോ അടുത്തൊരു സീനും കൂടി നമുക്ക് വേണം എന്നുള്ളതാണ്. ഈ സെയിം ക്യാരക്ടറിനെ കിട്ടാൻ പിന്നെ ചിലപ്പോൾ പണിയായിരിക്കും. അപ്പോ അവിടുത്തെ ഒരു ചെറിയ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. അത് ചില സമയത്ത് ആണ് അതെല്ലാം ക്ലിയർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ചാറ്റ് GPT തന്നെ പറഞ്ഞു നോക്കാം. ഇതായിട്ട് അടുത്തൊരു പ്രോംപ്റ്റിൽ ഐ വാണ്ട് ദ സെയിം ക്യാരക്ടർ മനസ്സിലായല്ലോ? ഓക്കെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെയ്തോട്ടെ. എന്നിട്ട് അതിൽ അടുത്തൊരു പ്രോംപ്റ്റിൽ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രൂപത്തിൽ ചെയ്യാൻ പറ്റും നോക്കും. and the same with same character speaking കാരണം ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ
കൺസ്ട്രക്ഷൻ കമ്പനി. ഞങ്ങൾ നല്ല സേവനം ഉറപ്പുതരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കാം കിട്ടോ ഇല്ലെന്നുള്ളത്. ഇതാണ് ChatGPT തരുന്നത്. നമുക്ക് നോക്കാം. ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്, റിസൾട്ട് തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇതിലിട്ട് നോക്കാം. ഇവിടെ ഇപ്പൊ മലയാളം എന്ന് കൊടുക്കുന്നിടത്ത് ഇൻഫ്ലോലെസ് മലയാളം ലാംഗ്വേജ് എന്ന് കൂടി കൊടുത്ത് നോക്കണം. അങ്ങനെയുള്ള ഒരു സംഭവം വരുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇത് കുറെ കാര്യങ്ങൾ ഉണ്ട്. ഇപ്പൊ ചെണ്ട, ഡ്രംസ്, സോഫ്റ്റ് ബിസിനസ്, ആംബിയൻസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സെൻഡ് കൊടുത്ത് നോക്കാം, സബ്മിറ്റ് ചെയ്ത് നോക്കാം. എന്നാൽ ഈ ഒരു സംഭവത്തിന്റെ ഒരു ചെറിയൊരു പോരായ്മയാണ് ഈ സെയിം ആയിട്ടുള്ള ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളത്. ഇതേ സെയിം തന്നെ. ഇപ്പൊ നമ്മള് ആപ്പിൾ മീൻസ് ജെമിനൈ, ഇപ്പോൾ അതുപോലെ ChatGPT, ഇതൊക്കെ മൊബൈലും ആപ്പിളൊക്കെ ഇതിന്റെ ഉപയോഗിക്കുക. നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ സിസ്റ്റം തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. സിസ്റ്റം ആകുമ്പോൾ കുറച്ച് നമുക്ക് ഒരു ഫേസ് നല്ലൊരു ഇതായിരിക്കുന്നു മാത്രം. മൊബൈൽ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട പോലുള്ള ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെ ഈ രൂപത്തില് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ഇപ്പൊ ഞാൻ ഇതാണ് കണ്ടത്. പിന്നെ പിന്നെ ഗൂഗിളിന്റെ ടൂൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫ്ലോ എന്നുള്ള ടൂൾ, പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു സംഭവമാണ്. കാരണം ഇപ്പൊ നമുക്കൊരാളെ ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട്, ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇതേ സെയിം സംഭവം സെയിം ആളെ കിട്ടാൻ നമുക്ക് പണിയാണെന്ന് പറഞ്ഞു അടുത്തൊരു സംഭവം ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു ആളെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് എന്താണ് ഈ ഒരു ഫോട്ടോ ബേസ് ചെയ്തിട്ട് ആള് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. കാരണം ആ സെയിം ക്യാരക്ടറിനെ ആവും. പക്ഷെ അത് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ല. US-ലും ഇവിടെയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നെ VPN ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്തിരുന്നു. അപ്പോ ആ VPN ഉപയോഗിച്ച് ഓരോ രാജ്യങ്ങളും കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോ ഇത് വന്ന പോലെ ഈ ഒരു Vivo 3 ഇപ്പൊ ഇന്ത്യയിൽ വന്ന പോലെ അതും കുറച്ച് സമയത്തിന് ശേഷം വരാതിരിക്കൂല. കാരണം എല്ലാം ഇവർക്ക് കാശുണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളാണല്ലോ ഇതുപോലെ AI ടൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോ ഇന്നലെ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഉണ്ടോ, ഒരു ചിമ്പാൻസി ഒരു ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റിൽ നിന്നിട്ട് പറയുന്നൊരു സംഭവം ഇതായിട്ട്. അപ്പോ ഇതില് ഇപ്പൊ ഞാന് മലയാളത്തിലുള്ള ഒരു ഓർഡർ പിന്നെ ഇത് കൊടുത്തു. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോ ഇംഗ്ലീഷിലായി. Albike fried chicken in Valanchery is പിന്നെ ഇവിടെ എന്തൊക്കെയോ ഒരു മിക്സർ ആയിട്ടുള്ള ഒരു രൂപത്തിലുള്ള
സബ് ടൈറ്റിലൊക്കെയാണ് വന്നത്. അപ്പൊ കുറെ ചെയ്യണം ഇരുന്ന് ഇതായിട്ട് കിട്ടാനൊക്കെ ആയിട്ട്. Super. I liked it. You also ordered it. ഇത് ഇപ്പോഴും പ്രോസസ്സിങ്ങിലാണ്. ചിലപ്പോ 1-2 മിനിറ്റ് കൊണ്ടാണ്, ചിലപ്പോൾ കുറച്ച് അധികം സമയം എടുത്ത് ചെയ്യും. ഇതുപോലെ ചെയ്യുന്ന വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടോ? ഇതുപോലെ ചെയ്യുന്നത് വേറെ ഉണ്ട്, പക്ഷെ അത് ഇപ്പോ നമുക്ക് ഫ്രീ ആയിട്ടുള്ളതിൽ ചെയ്യാന് ഇതുപോലെ ചെയ്യാൻ കഴിയില്ല. അതിന് പെയ്ഡ് ആയിട്ട് ചെയ്യണം, എന്നാലേ ഇതുള്ളൂ. ഇപ്പോൾ ഹേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷെ അതൊക്കെ ഫ്രീ അല്ല, പെയ്ഡ് ആണ് ഉള്ളത്. നല്ല ഇത് വരുന്നുണ്ട്. ഇപ്പോ അവൈലബിൾ ആയിട്ട് ഈ ഹേജിനേക്കാളൊക്കെ മികച്ചതായിട്ടുള്ള ഈ ഒരു VO3 ആണ്. കാരണം ഇതില് ഇപ്പോ ഈ ഹേജിനൊന്നും നമുക്ക് ഇതില്ല, മലയാളം ലാംഗ്വേജ് ഒന്നും സപ്പോർട്ട് ചെയ്യില്ല, ഇംഗ്ലീഷൊക്കെ ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ, ഇതില് മലയാളം വേറൊരു വോയിസ് ആയിട്ട് ഇതിൽ കൊടുക്കണം. എന്നിട്ട് ആ വോയിസിനനുസരിച്ചിട്ട് ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആക്കാനുള്ള ഒരു സംഗതിയൊക്കെ. പക്ഷെ അത് അങ്ങനെയൊക്കെ ഇപ്പൊ ഇതുവരെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്, നമുക്ക് എന്താണ് നോക്കാം. പക്ഷെ ഇതിലെന്താണ്, ആ ലിപ് മൂവ്മെന്റും ഇതൊക്കെ ജസ്റ്റ് ഇപ്പൊ തന്നെ ഇതായി കിട്ടുകയാണ്. മറ്റേത് നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്ന ഇതുപോലെ 2-3 ഒക്കെ ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു ആവശ്യം ഇതില്ല, ജസ്റ്റ് ഒരു സിംഗിൾ ടൂൾ തന്നെ ഇതായിട്ട് വരികയാണ്. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാരണം ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി. ഞങ്ങൾ നല്ല സേവനം ഉറപ്പുതരുന്നു. കാരണം ഞങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി. ഞങ്ങൾ നല്ല സേവനം ഉറപ്പുതരുന്നു. കാരണം ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി. ഞങ്ങൾ നല്ല സേവനം ഉറപ്പുതരുന്നു. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം, ഒരു ഇതായിട്ട്. ഒരു പ്ലെയറിൽ ഒരു ഇതിൽ പ്ലേ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ABC കൺസ്ട്രക്ഷൻസ് കേരളത്തിൽ ഉടനീളം പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. കാരണം ഞങ്ങളാണ് ബന്ധപ്പെടുക. കാരണം ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി. കുറച്ച് അതിന്റെ ഒരു സ്റ്റൈൽ ഇതൊക്കെ മാറി വന്നു. അതാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇത് കിട്ടാൻ ഉള്ളൊരു പ്രശ്നം. പക്ഷെ എന്താണ്, ഒരു വെറൈറ്റി എന്നുള്ള രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോ 2 ആള് പറയുന്ന രൂപത്തിൽ എന്നുള്ളൊരു കൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാലും, അപ്പൊ നമ്മൾ ചില വീഡിയോസ് അല്ലെങ്കിൽ ചില ആഡുകളൊക്കെ കണ്ടിട്ടില്ലേ, 2 ആളുകൾ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 ആള് ഇതാവുന്നതൊക്കെ. ഒരു ഡയലോഗ് ഒരാൾ പറയും, അടുത്ത ഒരു
ആള് പറയുന്ന രൂപത്തിൽ. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോ ഈ ഒരു ഇതുപോലെ ഇപ്പൊ ഒരു 25 സെക്കൻഡ് വീഡിയോ ഇപ്പൊ ഞാനിപ്പോ ഇന്നിപ്പോ ഒരാളോട് ചോദിച്ചു നോക്കുമ്പോ 5000 രൂപയാണ് പറഞ്ഞത് AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കേട്ടോ. അതിലപ്പോ നമ്മളൊരു നല്ല സെറ്റപ്പില് ഒരു പിന്നെ അവതാരികയും പിന്നെ ക്യാമറയും അതും ഇതെല്ലാം വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഒരു 50,000 1,00,000 രൂപയിലേക്ക് മിനിമം. അപ്പോ അത്രയും കോസ്റ്റ് കുറഞ്ഞു എന്നുള്ളതാണ് ഈ ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ എന്താണ് കുറച്ച് സമയം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഇത് ഇപ്പൊ കണ്ട നമുക്ക് 2 വീഡിയോ കുഴപ്പമില്ലാതെ കിട്ടി. പക്ഷെ നമ്മൾ ഒരു വീഡിയോ എന്താണ് ആ ഒരു മലയാളം ലാംഗ്വേജ് ഇതായിട്ട് പോയി. ഇനിയിപ്പോ വീഡിയോ ചെയ്യാനുള്ളൊരു ഇത് തീർന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ ഇതാ സംതിങ് വെന്റ് റോങ് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഇന്നത്തെ ഒരു ക്വാട്ട ഇതായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ രൂപത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ പറയാ ഈ സെയിം പ്രോംപ്റ്റ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഞാൻ അതും കൂടി കാണിച്ച് തരാം. ഇന്നലെ ചെയ്തൊരു സംഭവം. ഇപ്പോ ഇവിടെ കണ്ടോ, ഞാൻ ഈ ചാറ്റ് GPT ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് പറയാം. ഇതിൽ ഞാനൊരു പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പിക്ചർ ഈ ഒരു ഇമേജ് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ രൂപത്തിൽ പിന്നെ ഇതിന്റെ പ്രോംപ്റ്റ് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇമേജ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചാറ്റ് GPTയോട് പറയാം. അപ്പൊ ചാറ്റ് GPT എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെയാണോ പിന്നെ ഗൂഗിൾ ഈ VO3 ജെമിനൈക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് തരും. ഇപ്പോൾ പ്രോഡക്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഐ വാണ്ട് ടു ഇൻക്ലൂഡ് സാമ്പിൾ പ്രോഡക്റ്റ് ഫോട്ടോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് ഇതായിട്ട് വന്നു. The plate is shown in the subtle product close-up. ഇതായിട്ട് പിന്നെ ബാക്കിയെല്ലാം തന്നെ. പിന്നെ ഇതാണ് അവർ പറഞ്ഞ കറക്റ്റ് ഉള്ളൊരു ഇത്, ഗ്രേസ്ഫുള്ളി ഹോൾഡിങ് എ ബ്രൗൺ ഇക്കോ പ്ലേറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇമേജ് ഇതിൽ അറ്റാച്ച് ചെയ്തപ്പോൾ ചാറ്റ് GPT മനസ്സിലായി ഇതൊരു ബ്രൗൺ കളർ ആയിട്ടുള്ള ഒരു എക്കോ പ്ലേറ്റ് ആണ് എന്നുള്ളത്. പിന്നെ ഇവിടെ ബ്രാക്കറ്റിലിട്ടുണ്ട് മാച്ച് ടു അപ്ലോഡഡ് പ്രോഡക്റ്റ് എന്നുള്ളത്. എന്നിട്ട് ഈ ഒരു സംഭവം പിന്നെ ഇതില് ജെമിനയില് ഇട്ടപ്പോഴാണ് ഈ ഒരു ഇതായിട്ട് വന്നത്. അതും ആ ഒരു പ്രോംപ്റ്റും പ്ലസ് ഇവിടുത്തെ ഒരു ഫോട്ടോയും ഇട്ടപ്പോൾ ഈ ഇത് കൊടുത്തപ്പോൾ എന്താ ഇതുപോലെ വന്നു. ബയോഡിഗ്രേഡബിൾ ടേബിൾവെയർ പ്രൊഡക്റ്റുകൾ. പക്ഷെ ഇവിടെ ഒരു പേരും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും ശരിക്കും അവരുടെ ഒരു ലോഗോ കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഒരു ഇതായിട്ട് ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം. ഭക്ഷണം കഴിക്കാൻ അടിപൊളിയാ. പക്ഷെ പ്ലേറ്റ് ഏകദേശം ഇതാണ് മാച്ചിങ് ആയിട്ടുള്ളതാണ്. ചെറിയ വ്യത്യാസം ഉണ്ട് മാത്രം. എനിക്കിഷ്ടപ്പെട്ടു. ബയോഡിഗ്രേഡബിൾ. അപ്പോ അങ്ങനെയൊക്കെ ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഇതുപോലൊരു 1-2 വീഡിയോ പിന്നെ ചെയ്ത് അങ്ങനെ ഇതിൽ ഇടാൻ പറ്റും. അപ്പോ അത് ചെയ്തു നോക്കാം. ഇതേ സെയിം സംഭവം തന്നെയാണ് നമുക്കിപ്പോ ഫോൺ ഉപയോഗിച്ചാലും ചെയ്യാൻ പറ്റുന്നത്. ഓരോ പ്രോംപ്റ്റിലാണ് അതിന്റെ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. മനസ്സിലായോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചെയ്തു നോക്കട്ടെ.
ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എഐയുടെ ഫുള്ള് അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഇതായിട്ട് വരുന്നതാണ് ഒരു perplexity.ai എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോമുകൾ. ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ജെമിനി ഇതൊക്കെ പോലെ എന്നല്ല, അതെല്ലാം ഇതിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പെർപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും പ്രോംപ്റ്റിനും അതിനും ഇതിനൊക്കെ ആയിട്ട്. കാരണം ചാറ്റ് ജി പി ടി മാത്രമല്ല, മറ്റുള്ള സംഭവങ്ങളും അതിൻ്റെ എല്ലാം പവറും കാര്യങ്ങളൊക്കെ അതിലൂടെ പറ്റുമെന്നുള്ളതാണ്. ഉണ്ടോ ജെമിനി, ജി പി ടി, ക്ലൗഡ്, ഇങ്ങനെ പോലെ ഈ 3 പ്ലാറ്റ്ഫോംസും ഇതിലൂടെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കൂടാതെ ഇപ്പൊ ഒരു ഇതിന്റെ ഒരു പുതിയൊരു ഓഫർ, ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞ എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് എയർടെൽ കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ മൊബൈൽ ഇത് സിം അത് എയർടെൽ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എയർടെൽ യൂസേഴ്സിന് ഒരു പുതിയൊരു ഇത് സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ AI ടൂള്, പെർപ്ലക്സിറ്റി എന്നുള്ള AI ടൂള്, അത് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി വരുന്നൊരു സംഭവമാണ്. മാസം പല പ്ലാനുകൾ. ഇപ്പോൾ ഇതിന്റെ പ്രോ പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം $20 എന്നുള്ള രൂപത്തിൽ വരുന്നുണ്ട്. അത് എന്താണ്, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്നുമില്ല, നമ്മളെ എയർടെലിന്റെ ഇപ്പം നിങ്ങൾ എയർടെലിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എയർടെലിന്റെ ആപ്പ് ഉണ്ടാവും, എയർടെൽ താങ്ക്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു, ഞാൻ അതിന്റെ വീഡിയോ ആയിട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇവിടെ ചെറിയൊരു ബാനറായിട്ട് ഇങ്ങനെ കാണും, പെർപ്ലക്സിറ്റി AI പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ ഒരു വിൻഡോയിൽ പോയിട്ട് നമുക്കത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഗെറ്റ് ഫ്രീ പെർപ്ലക്സിറ്റി വർത്ത് ₹17,000 എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സ്ക്രീനായിട്ടായിരിക്കും വരിക. ഇതിൽ പെർപ്ലക്സിറ്റി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. പിന്നെ നമ്മളെ മെയിൽ ID അതിൽ കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ജോയിൻ ആവും അതിൽ. ഇത് നമുക്ക് 1 വർഷം വരെ അതിന്റെ പ്രോ പ്ലാൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ചാറ്റ് ജി പി ടി പ്രോ, പിന്നെ ഇപ്പൊ നേരത്തെ നമ്മൾ ഉപയോഗിച്ച ജെമിനി പ്രോ, ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ ഒരു ജെമിനി ഇവിടുന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പെർപ്ലക്സിറ്റിയിൽ. അപ്പോ അത് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു സംഭവം സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം എനിക്ക് ഇത് പ്രോ അക്കൗണ്ട് ആയിട്ടാണ് വരുന്നത് ഇപ്പോ. അപ്പോ ഇതിന്റെ ആപ്പുകളെല്ലാം ഉണ്ട് കേട്ടോ. ആപ്പുകള് പെർപ്ലക്സിറ്റിയുടെ ആപ്പ് ഉണ്ട്. പെർപ്ലക്സിറ്റിയുടെ ആപ്പും കൂടി ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിലൂടെ തന്നെ കാര്യങ്ങൾ നടത്താൻ പറ്റും. ഇപ്പൊ സിസ്റ്റത്തിൽ തന്നെ കയറണമെന്നൊന്നുമില്ല. അപ്പോൾ അതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോ ഈ ഒരു എയർടെലിന്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഉണ്ടോ, എയർടെൽ പെർപ്ലക്സിറ്റി പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവരും എയർടെലും തമ്മിലുള്ള എന്തൊരു കൊളാബറേഷൻ ആണ് എയർടെൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള. യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാനും, നമ്മളെ കുറച്ച് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാനും, പിന്നെ അതുപോലെ എന്താ പറയാ, കുറച്ച് നമ്മുടെ ഇത് എളുപ്പമാക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. പിന്നെ ഈ ഒരു സംഭവത്തിൽ നമുക്ക്
ജെമിനൈ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ഒരു സംഭവം സേവ് പ്രോംപ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം, എന്താണ് വരുന്നത് നോക്കാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇവിടെ ജനറേറ്റ് ഞാൻ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടുന്ന്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഇതില്ല. അതായത് ഇത് ഇവരുടെ മാക്സ് എന്നുള്ള പ്ലാനിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. അതായത് ₹200 per month. അപ്പോൾ അത് ആവശ്യം ഒരു 200 per month എടുക്കേണ്ട സംഭവം ഒന്നും ഇതായിട്ട് വരുന്നില്ല. ഇനി എന്തെങ്കിലും എടുക്കാം. പക്ഷെ എന്താണ് ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ ഒരു ഗൂഗിൾ ജെമിനൈയുടെ ജെമിനൈ ഉപയോഗിച്ചുകൊണ്ട് VO3 ചെയ്യാനുള്ളത്. ഇനി അതല്ല, ഇപ്പൊ നമ്മൾ നേരത്തെ ചാറ്റ് GPT ഉപയോഗിച്ചുകൊണ്ട് പ്രോംപ്റ്റിംഗ് ചെയ്തെങ്കിലും ആ ഒരു സംഭവം ഇപ്പൊ നമുക്ക് സെയിം സംഭവം തന്നെ. ഇവിടെ അതിൻ്റെ ഒരു പ്രോംപ്റ്റിംഗ് പിന്നെ പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ തന്നെ. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആണ്. സീൻ സ്റ്റാർട്ട് എന്നുള്ള രൂപത്തിൽ, പിന്നെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വന്നു. പിന്നെ സീൻ എൻഡ് എങ്ങനെയാണ് എന്നുള്ള രൂപത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് VO3 ചെയ്യുന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവം VO3 ഉള്ള രൂപത്തിൽ ഒന്നുകൂടി ആ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൽ ഇത് വരുന്നത്. ഇതൊന്ന് ജസ്റ്റ് നാളെ ചെയ്ത് നോക്കുക. കുറച്ച് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നില്ല പലരും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് നോക്ക്. വെറുതെ ഇത് നമ്മൾ കേട്ടുകൊണ്ട് കാര്യമില്ല, പിന്നെ ചെയ്യുക. ഫസ്റ്റ് തെറ്റും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഉണ്ടാവില്ല, ഒന്നുമില്ല. പക്ഷെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ജുബൈബ വൈകിട്ടല്ല ജോയിൻ ചെയ്ത്. ഞാൻ ഇതിന്റെ വീഡിയോ അയച്ചു തരാം, ലിങ്ക് ഞാൻ തരാം. ചെയ്തു നോക്കട്ടെ എന്തായാലും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ ഗൂഗിൾ കയറിയിട്ട് ഡയറക്റ്റ് ജെമിനി എടുക്കുക, 1 month ഫ്രീ ആയിരിക്കും. ഗൂഗിൾ കയറിയിട്ട് ഗൂഗിൾ 1 എന്ന് സെർച്ച് ചെയ്യാം. Google. അതെ അതെ അതെ, ഗൂഗിൾ 1 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ .google ഇതായിട്ട് വരും. അല്ലെങ്കിൽ ഗൂഗിൾ 1 എന്നോ ഗൂഗിൾ 1 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ .google.com എന്ന് വരും. അതെടുക്കുക. അതിൽ ഈ സൈഡിൽ പിന്നെ ഇവിടെ കാണുന്ന ഒന്നും ഇതാവണ്ട. ഈ ഒരു ഗൂഗിൾ AI Pro എന്നുള്ള ഇതായിട്ട് കാണാം.
ഗൂഗിൾ എ ഐ പ്രോ ഉണ്ടാവും, ഗൂഗിൾ എ ഐ അൾട്ര ഉണ്ടാവും. ഒന്ന് മാസം 1950 പക്ഷെ ഫസ്റ്റ് മാസം ഫ്രീ ആണ്. ഈ ഒരു ഫ്രീ ഉള്ള മാസം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ ബാക്കി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലാന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിടാം. പക്ഷെ എന്താണ് നമുക്ക് ഈ ഒരു സംഭവം ഈ നമ്മുടെ ആവശ്യത്തിന് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാലോ അടുത്തൊരു ഇതിലേക്ക്, പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഗൂഗിൾ എ ഐ പ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടുത്തൊരു ഇതിലേക്ക് വരും. ഇവിടെ ഇതിപ്പോ ഞാൻ ഗൂഗിൾ എ ഐ പ്രോ ഓൾറെഡി ചെയ്ത കാരണമാണ് ഇവിടെ ഗൂഗിൾ എ ഐ അൾട്ര എന്ന് പറയുന്നത്. പ്രോന്ന് എനിക്ക് അൾട്രയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ രൂപത്തിലായിരിക്കും ഇപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ വരുന്നത്. ഇവിടെ അതിന്റെ ഒരു സ്ക്രീന് ഈ രൂപത്തിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇത് ഇപ്പൊ എടുത്ത സ്ക്രീന് ചെറിയ വ്യത്യാസമാണ് നമ്മൾ നേരത്തെ എടുത്തതിനേക്കാൾ. ഉണ്ടോ? അല്ലെങ്കിൽ ഈ രൂപത്തിൽ ആയിരിക്കും. അപ്പൊ വൺ ഡോട്ട് ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡിൽ ഗൂഗിൾ എ ഐ ഉണ്ടാവും. ഈ സ്ക്രീന് ശ്രദ്ധിച്ചു നോക്കുക, ഗൂഗിൾ എ ഐ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെന്താണ് നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാണും, നേരത്തെ കണ്ട രണ്ട് പ്ലാൻ പോലെ ഗൂഗിൾ എ ഐ പ്രോയും ഗൂഗിൾ എ ഐ അൾട്രയും. ഇപ്പോൾ ഗൂഗിൾ എ ഐ അൾട്രയിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ UPI ID അല്ല UPI എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ QR കോഡ് വരും. അപ്പോൾ നമ്മളെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏതാണോ ആപ്പ് അത് ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്യുക. ആ ഒരു ഓട്ടോ പേ സെറ്റ് ചെയ്യുക. പേയ്മെന്റ് ഒന്നും പോകില്ല. ചിലപ്പോൾ ചില സമയത്ത് ഡിപ്പെൻസ് ഓൺ ഓരോ ഇതിനനുസരിച്ചിട്ടാണ്. ചിലത് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തപ്പോൾ ഒരു തവണ 2 രൂപ ആ ഒരു ഇത് കട്ടായി. കാർഡ് ഉപയോഗിച്ചിട്ട് ചിലർക്ക് ഒന്നും വരുന്നില്ല എന്നും പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ പേയ്മെന്റ് കൊടുക്കണ്ടല്ലോ, 1 മന്ത് ഫ്രീ അല്ലേ? അതന്നെ ഞാനൊരു 2 രൂപ എന്നാ പറഞ്ഞത്. നേരത്തെ ഞാൻ കാണിച്ചെന്നില്ല, കണ്ടോ 2 രൂപ എനിക്ക് പേയ്മെന്റ് പോയത്. ആ ഒരു സംഭവമാണ് പറഞ്ഞത്. അപ്പോ അത് 30 ദിവസം വരെ ആക്റ്റീവായിട്ട് കിടക്കും. പിന്നെ നമ്മളെ ഗൂഗിൾ പേയിൽ ഉണ്ടാവും ഒരു പേയ്മെന്റ് ഓട്ടോ പേ എന്നുള്ളൊരു സംഭവം. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചതല്ലോ, ഞാൻ ഇതിന്റെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഓട്ടോ പേ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാസത്തിന് ഉള്ളിലായിട്ട്, അല്ലെ ഒരു മാസം തീർന്നതിന്റെ ഇപ്പോൾ 28 ദിവസം ഒരു 29 ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അല്ല ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും പോവാം. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതുപോലെ ചെയ്ത് പഠിക്കാൻ പറ്റും. കുറച്ചു കാര്യങ്ങൾ എങ്ങനെയൊക്കെ വീഡിയോ ജനറേറ്റ് ചെയ്യാം ഈ AI ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ള ഇതൊക്കെ ആയിട്ട്. ഇന്നിപ്പോ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് VO3 ആണ്. ഇന്നിപ്പോ വരുന്ന മിക്ക വീഡിയോസും ഇതിൽ തന്നെയാണ്. പക്ഷെ എന്താണ് 8 സെക്കൻഡ് എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് മിക്കതും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഒരു ലിമിറ്റേഷൻ എല്ലാം കൂട്ടി വരും. കാരണം ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 8 സെക്കൻഡ് എന്ന് പറയുന്നത്. AI ഓരോ ദിവസം നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ ഈ കൊടുത്ത പ്രോംപ്റ്റുകളും അതും ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടോ? മുന്നേ ചെയ്തതിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇന്നിപ്പോ വേറെ ഒരു ഇതിലേക്ക് പോകുന്നില്ല. നാളെ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഇത്ര ഇതായിട്ട് മതി. കാരണം കുറച്ച് ഇപ്പോൾ
ഡീറ്റെയിൽ ആയിട്ട് പറയണം. പിന്നെ നമ്മൾ ഫേസ് ആഡ് കാര്യങ്ങളാണ് പിന്നെ നാളെ നമുക്ക് ചെയ്യേണ്ടത്. അതിന്റെ മുന്നേ നിങ്ങൾ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും പോസ്റ്ററും അത്യാവശ്യം ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇങ്ങനെ തുടർന്ന് അങ്ങനെ പോയാൽ മതി. ഒരു ഫ്ലോയിൽ അങ്ങനെ പോയാൽ മതി. ഒരു ദിവസം ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഫോൺ ക്യാമറയിൽ വരാൻ ഇതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫേസ്ലെസ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഇത് ചെയ്തു നോക്കുമോ? അപ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കും. ഇനി മുന്നത്തെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് പറയും. ഞാൻ നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരാം ഇതിന്റെ ഇന്നത്തെ വീഡിയോ. കാരണം സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഞാൻ ഈ പറഞ്ഞത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അതിന് ശേഷം പിന്നെ നമുക്ക് ചാറ്റ് GPT ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോംപ്റ്റ് ഉണ്ടാക്കുക. ആ ഒരു പ്രോംപ്റ്റ് എടുത്തിട്ട് നമുക്കിവിടെ ഈ ഒരു ജെമിനൈയിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ജനറേറ്റ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്കൊന്ന് കാണിച്ചു തരാം. വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യല്ലോ അല്ലെ? എങ്ങനെ? വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കാനേ. ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ നോക്കിയിരുന്നോ? ഓക്കെ. ഇന്നത്തെ എല്ലാ വീഡിയോസും ഉണ്ടാവും. ഞാനതൊരു വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ എനിക്ക് ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാകും. പിന്നെ അതിന്റെ മുന്നേ ആയതുകൊണ്ടാണ് പിന്നെ ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂമിന്റെ ലിങ്ക് ആയിട്ട് തരുന്നത്. അവിടുന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ചെറിയ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട്, കാരണം മുന്നുള്ള വീഡിയോസ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് പഴയ വീഡിയോസ് ആണ്. അത് കാരണം പിന്നെ അതിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ തരാത്തത്. ഓൾറെഡി കുറെ വീഡിയോസ് ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ സിമ്പിൾ കാര്യമാണ്. ചാറ്റ് GPT ഉപയോഗപ്പെടുത്തുക. പ്രോംപ്റ്റ് ഇവിടെ എന്താണോ വേണ്ടത് ആ ഒരു സംഭവം കൊടുത്തിട്ട് പ്രോംപ്റ്റിന് ആദ്യം ഇവിടെ ജനറേറ്റ് ചെയ്യാം. ആ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തതിനു ശേഷം പ്രോംപ്റ്റ് എടുക്കുക, നോക്കുക അത് കറക്റ്റ് ആണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണോ എന്നുള്ളതൊക്കെ ആയിട്ട്. എന്നിട്ട് അത് എടുത്തിട്ട് ജെമിനൈ വരിക, ജെമിനയിൽ അത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് ഇവിടെ വീഡിയോ എന്നുള്ള ഒരു സംഭവം ഇപ്പൊ നമ്മൾ പ്രോ ആയാൽ ഉണ്ടോ, ഇത് പ്രോ ആയ കാരണം ഇവിടെ വീഡിയോ എന്നുള്ളത് വരും. ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാതെ ഇപ്പൊ നമുക്ക് ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പൊ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൊടുത്ത സംഭവത്തിനനുസരിച്ചുള്ള ഒരു ഇമേജ് ജനറേറ്റ് ആയിട്ടാണ് വരിക. അതിൽ കാര്യമില്ല. അപ്പൊ ഇവിടെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോ അല്ല, ഈ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിന്റെ രണ്ടിന്റെ വ്യത്യാസം പറഞ്ഞത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇത് പ്രോ അക്കൗണ്ട് ആണ്, ഇതിലാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ എന്നുള്ളത് കാണാം, VO3 എന്നുള്ളത് ഇവിടെ കാണും ചെയ്യാം. ഇത് ഞാൻ പ്രോ ആയിട്ടില്ല, ആക്കിയിട്ടില്ല. ഇത് സാധാ ഒരു അക്കൗണ്ട് ആണ്. അപ്പൊ ഇവിടെ അപ്ഗ്രേഡ് എന്നുള്ള ബട്ടൺ ആണ് വരുന്നത്. ഇവിടെ വീഡിയോന്റെ ഓപ്ഷൻ ഇല്ലതാണ്. അപ്പോൾ ചെയ്യുന്നതിന്റെ മുന്നേ അത് നോക്കുക. ചെറിയ ഇപ്പൊ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസം ഇതായിട്ട് ഞങ്ങളുടെ ABC കൺസ്ട്രക്ഷൻസ് കേരളത്തിൽ ഉടനീളം പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. കാരണം ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി. ഞങ്ങൾ നല്ല സേവനം ഉറപ്പുതരുന്നു.
ഒരു കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ 2 ക്യാരക്ടർ എന്നുള്ള രൂപത്തിൽ അങ്ങനെയും ചെയ്യാം. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല, ഇനി ചെയ്ത് നോക്കിയിട്ട് ഇതൊന്നും ചെയ്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് പറയും. ഇന്ന് നമുക്ക് ഇന്നത്തേത് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് വേറെ കുറച്ചും കൂടി അഡ്വാൻസ് ഇതായിട്ടുള്ള ഇപ്പോൾ ആഡ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ ഇതായിട്ട് പോവാം. ഓക്കെ, അപ്പൊ ശരി, ഗുഡ് നൈറ്റ്, താങ്ക് യു.